ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് പറാത്ത റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ചായയുടെ കൂടെയും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ 1/2 കപ്പൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് അധികം ആവൊന്നും വേണ്ട. 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് മൈദപ്പൊടിയായിട്ട് ചേരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കലക്കാറില്ലേ, ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. ആ ഒരു ഇതിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് ഒരുപാട് ലൂസായി പോവും. അപ്പോൾ ഞാൻ ഈ ചേർക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കിയിട്ടൊന്നുമില്ല, അത്യാവശ്യം കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടും അടിച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിന് ടെക്സ്ചറൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പൊടിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ടയാണ്. ഞാൻ ഇപ്പോൾ 3 ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില എടുത്താലും മതി, അത്യാവശ്യം കുറച്ചെടുത്താൽ മതി. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂണോ ഹാൻഡ് വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കോഴിമുട്ടൊക്കെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടാവുന്ന സമയത്ത് കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.25 കയ്യിൽ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പാൻ്റെ സൈഡ് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. പാൻ്റെ ചുറ്റോറൊന്ന് ചുറ്റിച്ചെടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള ദോശയല്ല നമുക്ക് വേണ്ടത്. പിന്നെ കയ്യിൽ വെച്ച് പരത്താതിരിക്കുക കേട്ടോ. മാക്സിമം ഇതേപോലെ സൈഡ് പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നമ്മൾ മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല, പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒന്ന് പുറഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കീറി പോവാണ്ട് നോക്കുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി.
ഇനി ഇതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനി കുക്ക് ചെയ്യുന്നത്. ഒരു ചട്ടക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊന്തി വരും കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ട്, ബബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് വരുന്നത്. ഇനി ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് കരിക്കൊന്നും ചെയ്യരുത്, ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള ദോശയും കൂടി നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ദോശ. നമ്മൾ പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മടക്കാം കേട്ടോ. പെട്ടെന്ന് കീറിപ്പോവൊന്നുമില്ല. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കി വെച്ച് കൊടുക്കുക. ഏകദേശം ഇപ്പോൾ ഇതൊരു റൊട്ടി പോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ ദോശ ചുട്ടിട്ടുള്ള പാനിൽ തന്നെ ഒന്നും കൂടി ഞാൻ ഗ്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഓയിൽ വെച്ചിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ദോശ ചുറ്റിച്ചെടുത്ത പോലെ തന്നെ കോഴിമുട്ടയും ചെയ്യാം കേട്ടോ. കോഴിമുട്ടൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലെ ദോശ വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വറ്റിപ്പോവരുത് കോഴിമുട്ട. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ദോശ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദോശ വെച്ചിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ദോശ വെച്ച് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കോഴിമുട്ടയുടെ സൈഡൊക്കെ ഒന്ന് പാനിൽ ഇങ്ങനെ വെടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു ടാസ്ക്കാണ് കേട്ടോ ഈ മറിച്ചിട്ട് കൊടുക്കൽ. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കയറി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, കോൺ ഷേപ്പിൽ വേണമെങ്കിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഗ് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.